ഹായ് ഓൾ വെൽക്കം ടു ACIT സമഗ്ര. ഇന്നത്തെ PYQ സെക്ഷനിൽ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ടോപ്പിക്കിൽ 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ ദിനം നവംബർ 26 ഭരണഘടനാ ദിനം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. ഭരണഘടനാ ദിനമാണെങ്കിൽ നവംബർ 26. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനസംഖ്യക്ക് ആനുപാതികമായി പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which of the following statements is correct about the provisions adopted by Indian Constitution from constitutions of different countries? എന്താണ്? Which of the following statement is correct about the provisions adopted by Indian Constitution from the constitution of different countries? വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചാർട്ടർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദി ഐഡിയ ഓഫ് റെസിഡ്യുവൽ പവേഴ്സ് ഫ്രം കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ഐഡിയ ഓഫ് റെസിഡ്യുവൽ പവേഴ്സ് ഫ്രം കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അവശിഷ്ടാധികാരങ്ങൾ കാനഡ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. ആ 2 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ നോക്കാം. നിയമനിർമ്മാണ പ്രക്രിയ ഏത് ഭരണഘടനയിൽ നിന്നാണ് ആശയാണ് കടമെടുത്തിട്ടുള്ളത്? നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടമെടുത്തിട്ടുള്ളത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം ആണെങ്കിൽ കാനഡ. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കടമെടുത്തിട്ടുള്ള കാനഡയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങളാണെങ്കിലോ നിർദ്ദേശക തത്വങ്ങള് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിട്ടുള്ളത്. ഓക്കെ താങ്ക് യു.